നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 10th പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള മോക്ക് ടെസ്റ്റ് സീരീസിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു 25 ചോദ്യങ്ങളുടെ കറണ്ട് അഫയേഴ്സ് മോക്ക് ടെസ്റ്റ് ആണ്. 25 ചോദ്യങ്ങളാണുള്ളത്. 2026 മാർച്ചിലെ കറണ്ട് അഫയേഴ്സിന്റെ ചോദ്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം, 2027 നടപ്പിലാക്കുന്ന രാജ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗ്യ ചിഹ്നങ്ങൾ ഏവ? 2027 നടപ്പിലാക്കാൻ പോകുന്ന രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗ്യ ചിഹ്നങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒരു ഓപ്ഷൻ ബി ആണ് പ്രഗതി ആൻഡ് വികാസ്. പ്രഗതി ആൻഡ് വികാസ് ആണ് 2027 നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗ്യ ചിഹ്നങ്ങൾ. രണ്ടാമത്തെ ചോദ്യം, നക്ഷത്ര നിരീക്ഷണത്തിനായി ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? നക്ഷത്ര നിരീക്ഷണത്തിനായിട്ട് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. തമിഴ്നാട്ടിലെ കൊല്ലിമല എന്ന സ്ഥലത്താണ് നക്ഷത്ര നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് ആരംഭിച്ചത്. മൂന്നാമത്തെ ചോദ്യം, T20 ലോകകപ്പ് റൺ ചേസിംഗിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയത് ആരാണ്? T20 ലോകകപ്പ് റൺ ചേസിംഗിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, സഞ്ജു സാംസൺ ആണ്. നാലാമത്തെ ചോദ്യം, രാജസ്ഥാനിലെ പ്രസിദ്ധമായ ഏക ഹിൽ സ്റ്റേഷനായ മൗണ്ട് അബു പുനർനാമകരണം ചെയ്ത് നൽകിയ പുതിയ പേരെന്താണ്? രാജസ്ഥാനിലെ പ്രസിദ്ധമായ ഏക ഹിൽ സ്റ്റേഷനായ മൗണ്ട് അബുവിന്റെ പുനർനാമകരണം ചെയ്തപ്പെട്ട പുതിയ പേരെന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി, ബി ആണ്, അബുരാജ്. അപ്പൊ മൗണ്ട് അബു ഇനി തൊട്ട് അറിയപ്പെടാൻ പോകുന്നത് അബുരാജ് എന്നാണ്. അഞ്ചാമത്തെ ചോദ്യം, 2026 മാർച്ചിൽ പശ്ചിമ ബംഗാൾ ഗവർണർ പദവി രാജിവെച്ച മലയാളി ആരാണ്? 2026 മാർച്ചില് പശ്ചിമ ബംഗാളിന്റെ ഗവർണർ പദവി രാജിവെച്ച മലയാളി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, CV ആനന്ദബോസ് ആണ്. CV ആനന്ദബോസ് ആണ് 2026 മാർച്ചില് പശ്ചിമ ബംഗാളിന്റെ ഗവർണർ പദവി രാജിവെച്ച മലയാളി. ആറാമത്തെ ചോദ്യം, ഇന്ത്യയിൽ പേവിഷബാധ നിയന്ത്രണ വിധേയമാക്കിയതായി പ്രഖ്യാപിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയില് പേവിഷബാധ നിയന്ത്രണ വിധേയമാക്കിയതായി പ്രഖ്യാപിക്കപ്പെട്ട ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഗോവയാണ്. ഗോവയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പേവിഷബാധ നിയന്ത്രണ വിധേയമാക്കിയതായി പ്രഖ്യാപിക്കപ്പെട്ട ആദ്യത്തെ സംസ്ഥാനം. ഏഴാമത്തെ ചോദ്യം, 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മേതിൽ രാധാകൃഷ്ണൻ. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് മേതിൽ രാധാകൃഷ്ണനാണ്. എട്ടാമത്തെ ചോദ്യം, 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സാമൂഹിക മാധ്യമ നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സാമൂഹിക മാധ്യമ നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് ഉത്തരം ഓപ്ഷൻ സി, കർണാടകയാണ്. എത്ര വയസ്സിൽ താഴെയുള്ളതാണ്? 16 വയസ്സിൽ താഴെയുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം നിങ്ങൾ നോക്കിക്കോ. ഒമ്പതാമത്തെ ചോദ്യമാണ് 13 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സാമൂഹിക മാധ്യമ ഉപയോഗം നിരോധിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നേരത്തെ 16 ആയിരുന്നു, ഇപ്പൊ 13 വയസ്സാണ്. 13 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സാമൂഹ്യ മാധ്യമ ഉപയോഗം നിരോധിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ആന്ധ്രാപ്രദേശ് ആണ്. അപ്പൊ അത് രണ്ടും തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. പത്താമത്തെ ചോദ്യം, ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിനായി കുടുംബശ്രീ മാതൃകയിൽ ആരംഭിച്ച സ്വയം സഹായ സംഘം ഏതാണ്? ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിനായി കുടുംബശ്രീ മാതൃകയിൽ ആരംഭിച്ച സ്വയം സഹായ സംഘം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, സുശക്തിയാണ്. സുശക്തിയാണ് ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് കുടുംബശ്രീ മാതൃകയിൽ ആരംഭിച്ച സ്വയം സഹായ സംഘം. 11ാമത്തെ ചോദ്യം, ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറായി നിയമിക്കപ്പെട്ടത് ആരാണ്? ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറായി നിയമിക്കപ്പെട്ടത് ആരാണ്? ഓപ്ഷൻ സി ആണ്, ഉത്തരം ഓപ്ഷൻ സി ആണ്, തരൺജിത്ത് സിംഗ് സദ്ധു. എന്താണ്? തരൺജിത്ത് സിംഗ് സദ്ധു ആണ് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറായിട്ട് നിയമിക്കപ്പെട്ടത്. 12ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ കർത്തവ്യ പത്തിൽ നടന്ന പദയാത്ര ഏതാണ്? അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ കർത്തവ്യ പത്തിൽ നടന്ന പദയാത്ര ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ശക്തി വോക്ക്. ശക്തി വോക്ക് ആണ്
അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ നടന്ന പദയാത്ര. 13ാമത്തെ ചോദ്യം, രാത്രി കാലങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യുന്നതിനായി കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? രാത്രി കാലങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യുന്നതിനായി കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഉത്തര ഓപ്ഷൻ എ ആണ് നിർഭയ ദിശ. എന്താണ്? നിർഭയ ദിശയാണ് രാത്രി കാലങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായ യാത്ര ചെയ്യുന്നതിനായിട്ട് കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതി. 14ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ വായു മലിനീകരണം കൂടിയ നഗരം ഏതാണ്? ഇന്ത്യയിലെ വായു മലിനീകരണം കൂടിയ നഗരം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഗാസിയാബാദ് ആണ്. ഗാസിയാബാദ് ആണ് ഇന്ത്യയിലെ വായു മലിനീകരണം കൂടിയ നഗരം. 15ാമത്തെ ചോദ്യം, പ്രേം നസീർ സ്മാരക സാംസ്കാരിക സമുച്ചയം നിലവിൽ വരുന്നത് എവിടെയാണ്? പ്രേം നസീർ സ്മാരക സാംസ്കാരിക സമുച്ചയം നിലവിൽ വരുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ആണ് ചിറയിൻകീഴ് കലാഗ്രാമത്തിലാണ് പ്രേം നസീർ സ്മാരക സാംസ്കാരിക സമുച്ചയം നിലവിൽ വരുന്നത്. 16ാമത്തെ ചോദ്യം, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി നിയമിതനായത് ആരാണ്? സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റായി നിയമിതനായത് ആരാണ്? ഉത്തര ഓപ്ഷൻ സി ആണ് VP സാനു. 17ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ നിഷ്ക്രിയ ദയാവധം നിയമവിധേയമാക്കിയതിനു ശേഷം സുപ്രീം കോടതിയിൽ നിന്ന് അതിനുള്ള അനുമതി ലഭിച്ച ആദ്യത്തെ വ്യക്തി ആരാണ്? ഇന്ത്യയിൽ നിഷ്ക്രിയ ദയാവധം നിയമവിധേയമാക്കിയതിനു ശേഷം സുപ്രീം കോടതിയിൽ നിന്ന് അതിനുള്ള അനുമതി ലഭിച്ച രാജ്യത്തെ ആദ്യ വ്യക്തി ആരാണ്? ഉത്തര ഓപ്ഷൻ ബി ആണ് ഹരീഷ് റാണ. 18ാമത്തെ ചോദ്യം, ഫിഫ ലോകകപ്പിനായി അഡിദാസ് ഒരുക്കിയ ഔദ്യോഗിക മാച്ച് ബൗളിന്റെ പേരെന്താണ്? ഫിഫ ലോകകപ്പിന് വേണ്ടിയിട്ട് അഡിദാസ് ഒരുക്കിയ ഔദ്യോഗിക മാച്ച് ബൗളിന്റെ പേരെന്താണ്? ഓപ്ഷൻ ബി ആണ് ട്രയോണ്ട. എന്താണ്? ട്രയോണ്ട എന്നാണ് ഒഫീഷ്യൽ മാച്ച് ബൗളിന്റെ പേര്. 19ാമത്തെ ചോദ്യം നോക്കിയാലോ, ഇന്ത്യയിൽ പ്രവർത്തനക്ഷമമായ ഒരു ആണവ നിലയത്തിന്റെ മേധാവിയാകുന്ന ആദ്യ വനിത. ഇന്ത്യയിൽ പ്രവർത്തനക്ഷമമായ ഒരു ആണവ നിലയത്തിന്റെ മേധാവിയാകുന്ന ആദ്യ വനിത ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് RM നാച്ചമ്മൈ. RM നാച്ചമ്മയാണ് ഇന്ത്യയിൽ പ്രവർത്തനക്ഷമമായ ഒരു ആണവ നിലയത്തിന്റെ മേധാവിയാകുന്ന ആദ്യ വനിത. ആണവ നിലയം ഏതാണെന്നറിയോ? കൈഗ ആണവ നിലയമാണ്. കർണാടകയിലെ കൈഗ ആണവ നിലയത്തിന്റെ മേധാവിയാകുന്ന ആദ്യ വനിതയാണ് MR നാച്ചമ്മൈ. 20ാമത്തെ ചോദ്യം, 2026 തകഴി സ്മാരക പുരസ്കാരം നേടിയതാരാണ്? 2026 തകഴി സ്മാരക പുരസ്കാരം നേടിയത് ആരാണ്? ഓപ്ഷൻ സി ആണ് സേതുവിനാണ് 2026 തകഴി സ്മാരക പുരസ്കാരം ലഭിച്ചത്. 21ാമത്തെ ചോദ്യം നോക്കിയാലോ, കേരളം ഉൾപ്പെടെയുള്ള 3 സംസ്ഥാനങ്ങളിൽ കള്ളപ്പണ ഇടപാടുകൾ അന്വേഷിക്കുന്നതിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനയുടെ പേരെന്താണ്? കേരളം ഉൾപ്പെടെയുള്ള 3 സംസ്ഥാനങ്ങളിൽ കള്ളപ്പണ ഇടപാടുകൾ അന്വേഷിക്കുന്നതിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനയുടെ പേരെന്താണ്? ഓപ്ഷൻ ബി ആണ് ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ. എന്താണ്? ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്തിനു വേണ്ടിയിട്ടുള്ള പരിശോധനയായിരുന്നു? കേരളം ഉൾപ്പെടെയുള്ള 3 സംസ്ഥാനങ്ങളിൽ കള്ളപ്പണ ഇടപാടുകൾ അന്വേഷിക്കുന്നതിനായിട്ട് ED നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ. 22ാമത്തെ ചോദ്യം, 40 വർഷങ്ങൾക്ക് ശേഷം 2026 മാർച്ചിൽ സുപ്രീം കോടതി തീർപ്പാക്കിയ ചരിത്രപ്രധാനമായ കേസ് ഏതാണ്? 40 വർഷങ്ങൾക്ക് ശേഷം 2026 മാർച്ചില് സുപ്രീം കോടതി തീർപ്പാക്കിയ ചരിത്രപ്രധാനമായ കേസ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് MC മെഹ്ത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. MC മെഹ്ത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. 23ാമത്തെ ചോദ്യം, മലയാള സിനിമയുടെ പിതാവായ JC ഡാനിയലിന്റെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? മലയാള സിനിമയുടെ പിതാവായ JC ഡാനിയലിന്റെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഓപ്ഷൻ സി ആണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ തിരുവനന്തപുരം. ചിത്രാഞ്ജലി സ്റ്റുഡിയോ തിരുവനന്തപുരത്താണ് മലയാള സിനിമയുടെ പിതാവായ JC ഡാനിയലിന്റെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തത്. 24ാമത്തെ ചോദ്യം, കുട്ടികളിലെ ഗുരുതര വൃക്കരോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച സമഗ്ര പദ്ധതി എന്താണ്? കുട്ടികളിലെ ഗുരുതരമായ വൃക്കരോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തില് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച സമഗ്ര പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ സി ആണ് പ്രതീക്ഷ. പ്രതീക്ഷ പദ്ധതി എന്തിനാണ്? കുട്ടികളുടെ ഗുരുതരമായ വൃക്കരോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തില്
സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച സമഗ്ര പദ്ധതിയുടെ പേരാണ് പ്രതീക്ഷ. 25ാമത്തെ ചോദ്യം, മരണാനന്തര അവയവദാതാക്കളുടെ ഓർമ്മയ്ക്കായിട്ട് കേരള സർക്കാർ കൊച്ചിയിൽ സ്ഥാപിക്കുന്ന സ്മാരകം ഏതാണ്? മരണാനന്തര അവയവദാതാക്കളുടെ ഓർമ്മയ്ക്കായിട്ട് കേരള സർക്കാർ കൊച്ചിയിൽ സ്ഥാപിക്കുന്ന സ്മാരകത്തിന്റെ പേരെന്താണ്? ഓപ്ഷൻ ബി ആണ് വേവ് ഓഫ് ലൈഫ്. എന്താണ്? വേവ് ഓഫ് ലൈഫ് എന്നാണ് മരണാനന്തര അവയവദാതാക്കളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ എവിടെയാണ് സ്ഥാപിക്കുന്നത്? കൊച്ചിയിൽ സ്ഥാപിക്കുന്ന സ്മാരകത്തിന്റെ പേര്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ 25 മോക്ക് ടെസ്റ്റ് കറണ്ട് അഫയേഴ്സിന്റെ 2026 മാർച്ചിലെ മോക്ക് ടെസ്റ്റുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ 10 മോക്ക് ടെസ്റ്റ് സീരീസിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് നാളെ കാണാം. താങ്ക്